അതിന് കൃത്യമായിട്ട് ഇവിടെ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം അന്വേഷിച്ച ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു കേണൽ പുരോഹിത്. അദ്ദേഹത്തെ അഴിക്കുള്ളിലാക്കുക, അദ്ദേഹത്തിൻ്റെ ജീവിതം തൊലയ്ക്കുക എന്നുള്ളത് ആരുടെയൊക്കെ ആവശ്യമായിരുന്നു. അതിനും കൂടാണ് ഇത് ഉപയോഗിച്ചത്. ഹിന്ദുത്വ ഭീകരത ഉറപ്പിക്കുക മാത്രമല്ല ഹിന്ദുത്വ ഭീകരത ഉറപ്പിക്കുന്നു. അതിനെതിരെ പ്രവർത്തിക്കുന്ന സംഘടനയായി കോൺഗ്രസ് മാറുന്നു. അതിനെതിരെ പ്രവർത്തിക്കുന്ന സംഘടന ആക്ഷൻ എടുക്കുന്ന ഭരണകൂടമാണ് ഞങ്ങളെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മുസ്ലിങ്ങളുടെ വോട്ട് നേടാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു. ഹിന്ദുത്വ ഭീകരത ഇസ്ലാമിക ഭീകരത പോലെ വലിയ ഭീകരതയാണ് എന്ന് ജനമനസ്സിൽ ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. അതോടെ BJPക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് എന്ന് ഇവർ വിചാരിക്കുന്ന പ്രിവിലേജ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മുന്നേറ്റം BJPക്ക് ലഭിക്കാതെ പോകുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഇതൊരു ടോട്ടൽ പാക്കേജാണ്. അതിനുവേണ്ടി പാവപ്പെട്ട കുറേ മനുഷ്യരെ കൃത്യമായിട്ട് ഇവർ ബലിയാടാക്കി. ഹേമന്ത് കർക്കറെ ഉൾപ്പെടെ ATSൻ്റെ ആൾക്കാർ ഇവരെ ഉപദ്രവിച്ചതിൻ്റെ കഥകൾ വേറെയാണ്. ഇദ്ദേഹം ഒരു മിലിറ്ററി ഓഫീസറാണ്. പ്രഗ്യാ സിംഗ് താക്കൂർ എന്ന് പറയുന്നവർ ഒരു സന്യാസിനിയാണ്, സ്ത്രീയാണ്. ഇതൊന്നും നോക്കാതാണ് ഇവരെ ഉപദ്രവിച്ചത്. നിരവധി സാക്ഷികൾ പിന്നീട് കൂറുമാറി. അവരെല്ലാം പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, ഞങ്ങളെ വല്ലാതെ ഉപദ്രവിച്ച് ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ച കാര്യങ്ങളാണിത്.